നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. എന്നിട്ട് വേറെന്തൊക്കെ കളർഫുൾ ഡ്രീംസാ നീ കണ്ടത്? ഞങ്ങളുടെ ഡ്രീംസ് അല്ലേ ചേച്ചി, റിയലാ. എന്താ ഈ പുളുവടിക്കാരി പറയുന്നേ? ഇല്ല, ചേച്ചി ഉള്ളപ്പോ ഞാൻ ഒന്നും പറയില്ല. അയ്യോ, ഞാൻ പിൻവലിച്ചു. ശ്രീകുട്ടി പറയേ. ശ്രീകുട്ടി പറയടി. തറവാട്ടിലെ ഗൗരി മുത്തശ്ശിയുടെ ഫോട്ടോ കണ്ടിട്ടില്ലേ? ആ മുത്തശ്ശിയെ ഞാൻ നേരിട്ട് കണ്ടു. കണ്ടോ എന്നെ കളിയാക്കുന്നേ? അയ്യോ അല്ല, ഞാൻ ചുമച്ചതാ. ചേച്ചി മോള് പറ. ഞാനില്ലേ, ഞാൻ ഗൗരി മുത്തശ്ശിയോട് പറഞ്ഞു എങ്ങനെയെങ്കിലും അപ്പൂസിനെ ചെറിയച്ഛനെ രക്ഷിക്കണോന്ന്. എന്നിട്ട് അപ്പൂസ് കരയായിരുന്നു. ഞാൻ ചെന്ന് നോക്കിയപ്പോ ദൂരേന്ന് ജിലും ജിലും ആരോ നടന്നു വരുന്ന ഒച്ച. കണ്ണകിയുടെ കാലിൽ ചിലമ്പിന്റെ ഒച്ചയാ. അമ്മൂമ്മ ശരിക്കും പണിതിട്ടുണ്ട് കഥാലോകം. എന്താ? ഒന്നുമില്ല, ശ്രീകുട്ടി പറഞ്ഞു. ഞാൻ മാത്രം ഒച്ച കേട്ടത്. പെട്ടെന്ന് കരണ്ടുപോയി, മൊത്തം ഇരുട്ട്. ദാ വരുന്നു. ആരാ? ഭഗവതി. കയ്യില് വാളും ഉണ്ട്. ദേവി ആ വാള് അപ്പൂസിനെ ചെറിയച്ഛനെ നെറ്റി തൊട്ടപ്പോഴേ ചെറിയച്ഛൻ കണ്ണു തുറന്നു. വാ, വണ്ടർഫുൾ ഇമാജിനേഷൻ. ചേച്ചി ഒന്നും മിണ്ടാതിരിക്കോ. എന്നിട്ട് മോള് പറഞ്ഞേ. അത് ഗൗരി മുത്തശ്ശിയായിരുന്നു മേഘ ചേച്ചി. പിന്നെ മുത്തശ്ശി ദൂരേക്ക് നടന്നുപോയി. ഇതിനൊക്കെ ഹാലൂസിനേഷൻ എന്ന് പറയും. കൂടുതൽ എൻകറേജ് ചെയ്താ മെന്റൽ ഡിസോർഡർ ഉണ്ടാവും. പറഞ്ഞേക്കാം. മേഘു, നിങ്ങൾ രണ്ടുപേരും ഇവിടെ നിൽക്കാണോ? നീ പോയെന്ന് ഗ്യാസ് ബുക്ക് ചെയ്തേ. ഹലോ, നിനക്കിന്ന് യോഗയില്ലേ? ഉണ്ട്. കോളേജ് ഉള്ളതാ, മറക്കരുത്. ആഹാ, കൊള്ളാലോ ശ്രീകുട്ടി. അമ്മ സ്വർണ്ണത്തേളിനെ കണ്ടിട്ടുണ്ടോ? കാവിലെ സ്വർണ്ണത്തേള്. സ്വർണ്ണത്തേളോ? തേള് കറുത്തതല്ലേ? അല്ല, ഗോൾഡൻ തേള്. ഞാൻ ആ തേളിനെ വരയ്ക്കാൻ പോവാ. കാവിലെ ഭഗവതിയുടെ ഭൂതം അത്. പക്ഷെ അതിനെ പേടിക്കണ്ട മോളെ. അമ്മൂമ്മ അങ്ങനെയൊക്കെ പറയും. മോളത് സത്യ അമ്മേ, എല്ലാം സത്യ. എനിക്കറിയാം. മോർണിംഗ് ഷെയർ സാർ. ഗുഡ് മോർണിംഗ് സാറേ. തീരുമാനം വല്ലതും ആയോ? യെസ്, തീരുമാനമായിട്ടുണ്ട്. ഞാനില്ല പാർട്ട്ണർഷിപ്പിന്. അതാണ് തീരുമാനം. താൻ അപ്സെറ്റായോ? അപ്സെറ്റ് ആകണ്ടോ ദേവ.
ഇത്രയും വലിയ ഫണ്ട് അറേഞ്ച് ചെയ്യാൻ തൽക്കാലം എന്നെ കൊണ്ട് പറ്റാത്തത് കൊണ്ടാ. ഞാൻ അവസാനത്തെ ഒരു ആശ്രയമായിട്ട് ശേഖര സാറിനെ കണ്ടത്. ആശ്രയിക്കാൻ പറ്റിയ ആള് ഞാനല്ലാതെ മറ്റാരാടോ? അങ്ങനെ തന്നെ ആയിക്കോട്ടെ. അതുകൊണ്ടല്ലേ ഞാൻ തനിക്ക് വേണ്ടി വേറൊരു വഴി കണ്ടെത്തിയത്. സാറേ, അതെന്താന്ന് പറഞ്ഞാല് ഞാൻ ഉടനെ ആ വഴിക്ക് നീങ്ങാം. ഹേയ്, അത് വേണ്ട. വഴി തന്നെ തേടി വന്നോളൂ. താൻ അറിയുന്ന ആള് തന്നെ. മൾട്ടി 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 മില്യനറാ ആളിപ്പോ. സാർ, ആരാ അത്? തനിക്ക് പറ്റിയ ആള് തന്നെ. തന്നെ പോലെ തന്നെ വളരെ ആംബിഷ്യസ് ആയിട്ടുള്ള ഒരു ബിസിനസ് മാഗ്നറ്റ്. കാണാൻ പോകുന്ന പൂരം പറഞ്ഞറിയിക്കണ്ടല്ലോ. ദാ ആ പൂരവേ ഇപ്പൊ മഹാദേവന്റെ മുറ്റത്തെത്തി കാണും. Heyman, are you coming? No. Okay, good. Carry on. യെസ്, ഇത് ഞാൻ തന്നെയാ. അല്ല, ഇവിടെ ഇവിടെ എന്തിനാ വന്നതെന്ന് അല്ലേ? ഒരു പഴയ പ്രവാസി സുഹൃത്തല്ലേ, വന്നൊന്ന് കാണാന്ന് കരുതി. വന്നിട്ടൊന്ന് ഇരിക്കാൻ പോലും പറഞ്ഞില്ല. സോറി, പ്ലീസ്. ദേവേട്ടാ, ഇത് ഹലോ, നൈസ് മീറ്റിംഗ് യു. സുനന്ദ എന്നല്ലേ പേര്? അതെ. ഞാൻ പ്രവീണ വാര്യർ. ഞാൻ വിദേശത്തായിരുന്നു. നാട്ടിൽ വന്നപ്പോ മിസ്റ്റർ മഹാദേവനെ ഒന്ന് കാണാന്ന് കരുതി. ശേഖരൻ സാർ പറഞ്ഞിട്ടാ ബിസിനസിന്റെ കാര്യം സംസാരിക്കാനാ. എന്താ വേണ്ടേ? കോഫി ഓർ ടീ? കോഫി ആവാം. അല്ല ദേവൻ സർ? കോഫി ഇപ്പൊ കൊണ്ടുവരാം. ദേവേട്ടൻ എന്താ വേർക്കുന്നുണ്ടോ? ഇല്ല. കോഫിയാണല്ലോ ദേവേട്ടന് ഇഷ്ടം. ഈ ഒരാളുടെ എല്ലാ ഇഷ്ടങ്ങളും അറിയാമായിരുന്ന ഒരാളാണല്ലോ ഞാൻ. 20 വർഷം കടന്നുപോയത് ഞാൻ അറിഞ്ഞതേയില്ല. പക്ഷേ വീണ്ടും ഒരു കണ്ടുമുട്ടൽ ഇങ്ങനെ ഉണ്ടാവുമെന്ന് ഞാൻ കരുതിയില്ല. എന്റെ ഭാഗ്യം. പ്ലീസ്, we will discuss in the office. Don't be afraid. പഴയകാല കഥകളൊന്നും ഞാൻ സുനന്ദയോട് പറയില്ല. ദേവേട്ടന് നല്ലൊരു കുടുംബമുണ്ട്. അങ്ങനെയൊന്നും ഇല്ലാത്തത് എനിക്കല്ലേ. പക്ഷേ മറക്കാൻ എനിക്ക് കഴിയുന്നില്ല ദേവേട്ട. ദുബൈയിലെ അറ്റാമ ഹോട്ടലിൽ നമ്മുടേത് മാത്രമായിരുന്ന നിമിഷങ്ങൾ. അത് ഞാൻ എങ്ങനെ മറക്കും? അതൊക്കെ മറന്നാ പിന്നെ പ്രവീണ ഇല്ലല്ലോ. ഒന്നിച്ചുണ്ടുറങ്ങിയതും വിവാഹ ജീവിതം സ്വപ്നം കണ്ടതും സ്നേഹിച്ചാളൊരു പ്രതിസന്ധിയിൽ എന്നെ ഉപേക്ഷിച്ചു പോയതും മരുഭൂമിയിലെ ജയിലില് ഞാൻ ഒറ്റയ്ക്ക് നരകയാതന അനുഭവിച്ചതും ഒന്നും മറന്നിട്ടില്ല. എനിക്കൊന്നും വേണ്ട. നിങ്ങളുടെ ജീവിതത്തിലെ സന്തോഷം തകർക്കാനല്ല ഞാൻ വന്നത്. ദേവേട്ടൻ പേടിക്കണ്ട. എനിക്കൊന്നു മാത്രം മതി. എനിക്ക് നിഷേധിക്കപ്പെട്ട പ്രണയം. ഞാൻ ഇപ്പോഴും അവിവാഹിതയാണ്. ദേവേട്ടന്റെ സ്നേഹത്തിനായി കൊതിക്കുന്ന പഴയ പ്രവീണയാ ഞാൻ.
അതൊക്കെ പോട്ടെ, ജീവിതത്തിൽ പാർട്ട്ണർ ആവാനുള്ള ഭാഗ്യം ഉണ്ടായില്ലെങ്കിലും ദേവേട്ടന്റെ ബിസിനസ് പാർട്ട്ണർ ആവാൻ എനിക്ക് അവസരം തരണം. ഹായ്. ഇത്രയും നേരമായിട്ടും ദേവേട്ടനൊന്നും സംസാരിച്ചില്ല. ശേഖരൻ തമ്പി സാർ എന്നെ വിളിച്ച് പറഞ്ഞിരുന്നു ഒരാൾ കാണാൻ വരുമെന്ന്. പക്ഷേ അത് ആരാണെന്ന് പറഞ്ഞിരുന്നില്ല. പറഞ്ഞിരുന്നെങ്കിൽ ഒഴിവാക്കാമായിരുന്നു അല്ലേ? ഏയ്